ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മി കിച്ചനിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. വളരെ സിമ്പിളാണെന്നത് തയ്യാറാക്കിയെടുക്കാൻ. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ചേരുവകൾ വെച്ചിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറം കുറച്ച് ക്രിസ്പിയും ഉള്ളും നല്ല സോഫ്റ്റും നല്ല ആരെടുത്തിട്ടുള്ളതുമായ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാൻ അജ്മയുടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. അതെടുത്ത് പറഞ്ഞത് അജ്മയുടെ പുട്ടുപൊടി കുറച്ച് വെള്ളം കൂടുതൽ കുടിക്കുന്ന സൈസാണ്, അത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒരു 1/4 കപ്പ് പുട്ടുപൊടിയും പിന്നെ 1/2 കപ്പ് മൈദയുമാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ 1/4 കപ്പ് പുട്ടുപൊടി എടുക്കുമ്പോൾ 1/2 കപ്പ് മൈദ, പുട്ടുപൊടിയുടെ ഇരട്ടി മൈദ എടുക്കുക കേട്ടോ. ഇതിലേക്ക് 1 പിഞ്ച് ഉപ്പും 2 ഏലക്ക ചതച്ചതും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് ഞാൻ 1.5 കട്ട ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഒരു കട്ടയും പിന്നെ ഒരു പകുതിയും. ഇത് കറക്റ്റ് മധുരം ഉണ്ടാവും. ഓവറായിട്ട് മധുരം വേണമെങ്കിൽ 2 കട്ട എടുക്കാം. ഇതിൽ മധുരം കുറവ് മതിയെങ്കിൽ 1 കട്ട എടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നിങ്ങൾ നോക്കിയെടുക്കുക കേട്ടോ. പുട്ടുപൊടിക്ക് അനുസരിച്ച് ഞാൻ 250 ml കപ്പിൽ 1.5 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് മെൽറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് ചെറിയൊരു ചൂട് മാറണം. ചെറിയൊരു ചൂടോടുകൂടിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. തിളച്ച പാട് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ അതേ ചെറിയൊരു ചൂടോടുകൂടി ഒഴിച്ചിട്ട് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ. ഒന്നായിട്ട് ശർക്കര പാനി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് വെള്ളം കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ഒരുപാട് ലൂസിലുള്ള ബാറ്ററല്ല വേണ്ടത്, എന്നാൽ ഒരുപാട് അങ്ങോട്ട് തിക്കായി പോയിട്ടുള്ള ബാറ്ററും അല്ല വേണ്ടത്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ചായിട്ട് ശർക്കര പാനി ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. പുട്ടുപൊടി ആയതുകൊണ്ട് ഇത് വെള്ളം കുടിച്ചിട്ട് കുറച്ചൊന്ന് ടൈറ്റായി വരാൻ സാധ്യതയുണ്ട്. അതിന് ശേഷം ബാക്കി ഒരുപാട് ടൈറ്റായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ശർക്കര പാനി കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഒരു 10 മിനിറ്റ് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കലക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നന്നായിട്ടൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട് കണ്ടോ. അത് ആ പുട്ടുപൊടിയുടെ ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എടുക്കുന്ന പുട്ടുപൊടിക്ക് ഇങ്ങനെ ആകണമെന്നില്ല, നിങ്ങൾ എടുക്കുന്ന പുട്ടുപൊടിയുടെ അനുസരിച്ചിരിക്കും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ശർക്കര പാനി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മാത്രം അപ്പസോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആകാനും അത്യാവശ്യം ഒന്ന് പൊങ്ങി വരാനും വേണ്ടിയിട്ട് മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി കുറച്ച് ശർക്കര പാനി കൂടി ഒഴിച്ച് കൊടുക്കണം. ഇത് ഒരുപാട് തിക്കിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് ശർക്കര പാനി കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. രണ്ടാമത് ശർക്കര പാനി ഒഴിക്കുന്ന സമയത്തും ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്താൽ മതി. ഇപ്പോൾ നോക്കാം, ഇതാണ് ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി. ഇനി ഞാനൊരു സ്പൂൺ കൊണ്ട് കോരി കാണിച്ചു തരാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി അപ്പം മനസ്സിലാകും. ഇപ്പം നോക്കാം, കണ്ടോ, ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. ഇപ്പം ഞാൻ ഇതിലേക്ക് വളരെ കുറച്ച് ഓയിലാണ് ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരുപാട് ഓയിലിൻ്റെ ഒന്നും ആവശ്യം വരില്ല. ഇത് എണ്ണ കുടിക്കുന്നൊരു പലഹാരമൊന്നുമല്ല. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഒരു സ്പൂൺ കൊണ്ടാണ് കോരിയിടുന്നത്. ചെറുതാക്കിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വലുതാക്കി ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ വലിയൊരു സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. പിന്നെ നല്ലോണം എണ്ണ അങ്ങോട്ട് നന്നായി ചൂടായി പോകുന്നതെന്ന് കണ്ടാൽ അപ്പോൾ ഫ്ലെയിം ഒന്നുകൂടിയും കുറച്ച് വെക്കണം കേട്ടോ. ഒന്നുകൂടിയും കുറച്ച് വെച്ചിട്ട് ഇത് നമുക്ക് ഒരു ഭാഗം ആകുന്ന സമയത്ത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. വളരെ സിമ്പിളാണ്. നമ്മുടെ വീട്ടിൽ കാണുന്ന സാധാരണ ചേരുവകൾ വെച്ചിട്ട് ചൂട് ചായക്കോപ്പൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. ഇപ്പോൾ നമ്മൾ ചെറുതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 2 3 ഒക്കെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല വൈഡായിട്ടുള്ള ഒരു പാത്രമാണ് എടുക്കുന്നതെങ്കിൽ നമുക്കിത് കുറച്ച് കൂടുതൽ എണ്ണം ഒരുമിച്ച് തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ചെറിയൊരു ഇതിൽ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് എണ്ണയും കൂടുതൽ ആകുന്ന കാര്യം വരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഉപയോഗിച്ച എണ്ണ പിന്നെ നമ്മൾ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് കുറച്ച് ഓയിലാണ് ഇത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നല്ല ചൂട് ചായക്കൊപ്പൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ചായക്കടിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം അറിയിക്കണം. ലൈക്കും ചെയ്യണം. ബിസ്മി കിച്ചൻ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നതിൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തും. അപ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി സ്വീകരിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.